ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മുടെ മമ്മൂക്കായ വീണ്ടും ചൊറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ഏട്ടൻ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമോശം കൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. എന്തായാലും മമ്മൂക്കായെ പോലുള്ള ഒരു മഹാനടനെ ചൊറിയാൻ നിങ്ങളായിട്ടില്ല. സിനിമയെ നമുക്ക് സിനിമയായിട്ട് കാണാം, രാഷ്ട്രീയത്തെ നമുക്ക് രാഷ്ട്രീയമായിട്ട് കാണാം. പക്ഷേ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായെ കുറിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡ് ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യസഭയിൽ ഈ സുരേഷ് ഏട്ടൻ മറ്റേ കമ്മീഷണർ ഒരു കളിയങ്ങ് കളിച്ചായിരുന്നു. ആ കളി കളിക്കുന്ന കൂട്ടത്തിൽ കൈരളി ടിവിയുടെ ചെയർമാൻ ആയിട്ടുള്ള മമ്മൂക്കായെ കുറിച്ചിട്ടൊരു പരാമർശം ഇങ്ങനെ പറഞ്ഞു വരുന്നിടത്ത് മമ്മൂക്കയുടെ പേര് അവിടെ അങ്ങോട്ട് വിഴുങ്ങി. കാരണം തലയ്ക്കകത്ത് മറ്റേ കൊട്ട് കിട്ടിയതാണൊക്കെയായി. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഈ മരമണ്ടന് അറിയാവുന്നത് കൊണ്ട് തന്നെ മമ്മൂക്കായുടെ പേര് അവിടെ വിഴുങ്ങിയിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ ആക്ഷൻ ഹീറോ അണ്ണൻ പറഞ്ഞത് എന്താണ് എന്ന് കേട്ടിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമുക്ക് നേരെ അതിനകത്തേക്ക് ഒന്ന് പോവാം. Or as chairman in the Kairali channel, who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Does he dare to have a re-release to rake up a certain situation which is worming in the state of Kerala? Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. ആ പേര് നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ വേറെ ലെവലാണ്. കാരണം അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാൻ ഒരു യോഗ്യതയും നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കില്ല. കാരണം ഒന്നില്ലെങ്കിൽ പറയുന്ന വാക്കിന് വില വേണം, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്തെങ്കിലും നല്ല ഗുണം വേണം. ഈ സമൂഹത്തിൽ കോമാളിയായിട്ട് നടക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ മമ്മൂക്കയുടെ പേര് ഉച്ചരിക്കാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ നാവെന്നല്ല, നിങ്ങളുടെയൊക്കെ മുട്ടിടിക്കും. അതുകൊണ്ടാണ് ഇത്രയും വലിയ ചങ്കൂറ്റത്തോടുകൂടി അവിടെ കയറുന്നുകൊണ്ട് പറഞ്ഞ ആൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ആ പാർലമെന്റിൽ ഇദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മമ്മൂക്ക എന്ന് പറഞ്ഞ നടന്റെ പവർ എന്താണ് എന്നുള്ളത്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാകാം, പക്ഷെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പാഷൻ, ജീവിതം എന്ന് പറയുന്നത് സിനിമയാണ്. ആ സിനിമയിൽ കൂടെയാണ് മമ്മൂക്ക ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ ഗോകുൽ സുരേഷിന് ഇപ്പൊ 2-3 സിനിമകളിൽ മമ്മൂക്ക തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അന്നേരം ഈ അവസരത്തിനൊത്ത് കാല് വാരുകയും അവസരത്തിനൊത്ത് വാക്കുകൾ വളച്ചൊടിക്കുകയും ചെയ്യുന്നത് അതാണും പെണ്ണും കെട്ട ജന്മങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായെ ചൊറിയാൻ നിങ്ങളായിട്ടില്ല. നിങ്ങളതാകുമ്പോഴത്തേക്ക് അത് നമ്മൾ പറയും. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനഹൃദയങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ആരെന്ത് തെമ്മാടിത്തരവും ശുദ്ധ അസംബന്ധവും പറഞ്ഞാൽ പോലും ഒരാളെപ്പോലും വെറുപ്പിക്കാത്ത, അല്ലെങ്കിൽ ഒരു ആളെപ്പോലും അതിനൊരു മറുപടി കൊടുക്കാത്ത ഒരു മനുഷ്യൻ കൂടിയാണ്. പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം കൊടുക്കുകയും ചെയ്യും. അത് മല്ലിക സുമാരനെ വിളിച്ചിട്ട് മമ്മൂക്ക ആ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു രോഷം കൊണ്ടാണോ നമ്മുടെ സുരേഷ് ഏട്ടൻ ആക്ഷൻ ഹീറോ മറ്റേ കമ്മീഷണർ ഭരചന്ദ്രൻ IPS ഇങ്ങനെ അതിനകത്ത് കിടന്നിട്ട് വിറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയത്തില്ല. എന്തായാലും ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി നമ്മുടെ ജോൺ ബ്രിട്ടാസും കൊടുത്തിട്ടുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക, അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയാണോ? സിനിമയെ നിങ്ങൾ സിനിമയായിട്ട് കാണൂ. അദ്ദേഹം കൈരളി ടിവിയുടെ ചെയർമാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കായെ എടുത്തിട്ട് അങ്ങോട്ട് ആക്രമിക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടേത് സിനിമ പോയിട്ട് നിങ്ങളത് മനുഷ്യനായിട്ട് പോലും കരുതത്തില്ല. അത് മനസ്സിലാക്കിക്കോളാം. എന്തായാലും കേരളത്തിന്റെ ഏറ്റവും വലിയ കോമാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറയാതെ തന്നെ ഇപ്പം നമുക്ക് പല സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. ഇനിയിപ്പോൾ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ അത് ഷൂട്ട് നടക്കുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം. കാരണം ഗോകുലം ഗോപാലിനെ പോലുള്ള സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള ഒരു മനുഷ്യൻ ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്നറിയാം. ഈ ഒറ്റക്കൊമ്പന്റെ നിർമ്മാതാവും നമ്മുടെ ഗോകുലം ഗോപാലനാണ്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ചിലപ്പം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ അങ്ങനൊന്നും കാണത്തില്ല. അദ്ദേഹം സിനിമയും ബിസിനസ്സായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പം അത് ചെയ്തേക്കാം. എന്താണെങ്കിലും ഇതുപോലുള്ള ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നല്ലവരായിട്ടുള്ള പ്രേക്ഷകർ, അത് ഏത് നടന്റെ പ്രേക്ഷകരായാലും കൊള്ളാം, ഇതിനൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കണം, അല്ലെങ്കിൽ ഇതിനൊക്കെ എതിർക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അതുകൊണ്ട് മമ്മൂക്കായെ പോലുള്ള മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മലയാളത്തിന്റെ വല്യേട്ടനായിട്ടുള്ള നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂക്കായെ ചൊറിയാൻ സുരേഷ് ഏട്ടാ നിങ്ങളായിട്ടില്ല എന്ന് മാത്രമേ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും